അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിരിദല്ലാ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, എല്ലാവരെയും പ്രഭാത ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കേരളത്തിൻ്റെ മണ്ണും മാനവും ഇനി ആരോപണ പ്രത്യാരോപണങ്ങളാൽ ശബ്ദമുഖരിതമാവുകയാണ്. കമ്മീഷൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുന്നതുകൊണ്ട് വ്യക്തിഹത്യകളും തെറിവിളികളും അസഭ്യവർഷങ്ങളും വല്ലാതെ മുഴങ്ങിക്കേൾക്കാൻ സാധ്യത കുറവാണ്. ഇവിടെ നമുക്ക് ചിന്തിക്കാനുള്ളത്, എള്ളുണങ്ങുന്നത് എണ്ണയ്ക്ക് വേണ്ടിയാണ് എന്ന് നാം എപ്പോഴും അറിയണം. നാം ചെയ്യുന്നതിനും പറയുന്നതിനും നാം തന്നെ മറുപടി പറയേണ്ടി വരും. എന്നെ കേൾക്കുന്ന ഒട്ടുമിക്ക ആളുകളും രാഷ്ട്രീയ ബോധമുള്ളവരാണ്. ചിലരൊക്കെ മുഴുസമയ രാഷ്ട്രീയ പ്രവർത്തകരാണ്. അവരിൽ തന്നെ പലരും പല നിലക്കുള്ള പ്രാദേശിക നേതാക്കളുമായിരിക്കും. അവരൊക്കെ അവരുടെ വിലപ്പെട്ട സമയവും ബുദ്ധിയും ശക്തിയും കഴിവും ഒക്കെ അവരവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ട ഏറ്റവും അനുയോജ്യമായ സന്ദർഭവും സമയവുമാണിത്. അവിടെയാണ് നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും. തിരഞ്ഞെടുപ്പ് ഒരിക്കലും കുട്ടിക്കളിയല്ല, കളി പഠിക്കാനുള്ള കളവുമല്ല. സംഭവങ്ങൾ ഓരോന്നും കഴിഞ്ഞു പോകും. ഒരു സംഭവവും അവസാനത്തേതല്ല. എന്നാലും നാം കണക്കാക്കേണ്ടത് നമ്മുടെ ഓരോ വാക്കും. നാം ഓരോ വാക്ക് പറയുമ്പോഴും ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇതെൻ്റെ അവസാനത്തെ വാക്കായിരിക്കാം, ഇതെൻ്റെ അവസാനത്തെ പ്രവർത്തനമായിരിക്കാം എന്ന് തന്നെയാണല്ലോ. തിരഞ്ഞെടുപ്പും അതുപോലെ ആ നിശ്ചിത ദിവസം തന്നെ കഴിയും. ചിലർ ജയിക്കും, അപ്പോൾ മറ്റു ചിലർ തോൽക്കും. തോറ്റവർക്കും പിന്നെയും ഇവിടെ ജീവിക്കണം. അതോടെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയോ ലോകം അവസാനിക്കുകയോ ചെയ്യുന്നില്ല. ജയിച്ചവർക്കും ജീവിക്കാനുള്ളത് ഇവിടെ ഈ ആൾക്കൂട്ടത്തിൽ തന്നെയാണ്. ജയിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ തോൽക്കുന്നതിന് മുമ്പ് കണ്ടവരെയും കേട്ടവരെയും ഒക്കെ തന്നെയാണ് ഇനിയും കേൾക്കാനും കാണാനുമുള്ളത്. ജയിക്കുന്നതോടെ അല്ലെങ്കിൽ തോൽക്കുന്നതോടെ പഴയ സൗഹാർദ്ദങ്ങളും സ്നേഹബന്ധങ്ങളും ചങ്ങാത്തങ്ങളും എല്ലാം മതിയാക്കി ഒക്കെ ഒഴിവാക്കി പുതിയ സൗഹാർദ്ദ മേഖലകൾ, പുതിയ സ്നേഹമണ്ഡലങ്ങളൊക്കെ കെട്ടിപ്പടുക്കാൻ, അത് സ്ഥാപിച്ചെടുക്കാനുമൊക്കെയാണ് ഒരാൾ തീരുമാനിക്കുന്നതെങ്കിൽ, ശ്രമിക്കുന്നതെങ്കിൽ അതിന് നിയമപരമായി തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ ആത്മാർത്ഥതയിൽ പടുത്തുയർത്തിയ സ്നേഹബന്ധങ്ങൾ ഒരു നിമിഷ നേരം കൊണ്ട് പൊട്ടിച്ചെറിയാൻ കഴിയുമോ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് വെറുപ്പിൻ്റെ രാഷ്ട്രീയമല്ല നമുക്ക് വേണ്ടത്. ഓരോരു വെറുപ്പിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പ്രവർത്തന രീതിയല്ല നാം സ്വീകരിക്കേണ്ടത്. താക്കീതിൻ്റെയും ഭീഷണിയുടെയും സ്വരമായിരിക്കില്ല നാട്ടിൻ്റെ നാളെയുടെ നായകരിൽ നിന്നും നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്. നേതാക്കന്മാർക്കിടയിലുള്ള പരസ്പര സ്നേഹവും സൗഹാർദ്ദവും യോജിപ്പും മമതയും പ്രവർത്തകർക്കിടയിലും ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യം ആവശ്യമാണ്. നേതാക്കന്മാർ തമ്മിൽ ചൂടേറിയ വാഗ്വാദങ്ങളും സംവാദങ്ങളും നടക്കാറുണ്ട്, ഇല്ലേ? നിയമനിർമ്മാണ സഭകളിൽ പോലും അവർ ഉന്തും തള്ളും വരെ നടക്കാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ ജയിപ്പിച്ച പാവം മനുഷ്യർ, പാവം ജനങ്ങൾ ലജ്ജിക്കാറുണ്ട്. അത് വേറെ കേസ്. എന്നാലും നേതാക്കന്മാർക്കിടയിൽ തല്ലുകൂടാറില്ല, കത്തിയെടുക്കാറില്ല, വടിവാൾ പ്രയോഗിക്കാറില്ല. അത്രയെങ്കിലും സാധാരണക്കാർക്ക്
ഈ നേതാക്കന്മാരിൽ നിന്ന് മാതൃകയാകേണ്ടതല്ലേ? ഏത് നേതാവിന് വേണ്ടിയാണെങ്കിലും പാർട്ടിക്ക് വേണ്ടിയാണെങ്കിലും ചെയ്യുന്നതിനും പറയുന്നതിനും മുമ്പേ 100 വട്ടം ആലോചിക്കുക. ഇതിനെനിക്ക് നാളെ എന്തു മറുപടി പറയാൻ കഴിയും എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. വ ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.